ഹായ് ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിതാ ഇന്നൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടാണ്ട് കുറേ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ കമൻറ്റിലൂടെ പറയണ്ടേനു. അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമായിട്ടല്ല, കാണുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ നമ്മൾ ആകെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 2 പഴം ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ലേശം ജീരകം ഇട്ടിട്ടുണ്ട്, നല്ല ജീരകമാണ്. പിന്നെ ഒരു പിഞ്ചിന് ഉപ്പിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം, ഓപ്ഷനിലാണ്, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ 2 അച്ച് വെല്ലം, കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് വെല്ലം മെൽറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതവിടെ മെൽറ്റായി വയ്ക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താക്കണം, ഈ മിക്സിനെ ഒന്ന് മിക്സാക്കി എടുക്കണേ. പഴവും മൈദ, പഴം, പിന്നെ ലേശം ജീരകം ഇട്ടിട്ടുണ്ട്. നമുക്ക് വെല്ലത്തിൽ വേണമെങ്കിൽ ഒരു ഏലക്കായ ഇടാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടി. ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണേ. അങ്ങനെ മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ല മിക്സാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പഴത്തിലൊക്കെ ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം. ജസ്റ്റ് ഒരു ഉപ്പിട്ടിട്ടുള്ളൂ, എന്നാലും നമുക്ക് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ സൂപ്പറായിട്ട് കിട്ടുമല്ലോ, കട്ടകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ശർക്കരപ്പാനി ഇതാ അവിടെ മെൽറ്റായി വരുന്നതാണല്ലോ കേട്ടോ. ഫുള്ളായി മെൽറ്റായിട്ടില്ല, കുറച്ച് തോനെ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് ഫുള്ള് നമുക്ക് ഈ ശർക്കരപ്പാനി കൊണ്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാൻ. അങ്ങനെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട്, അല്ല ചിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അരിച്ചൊഴിക്കണം, അല്ല ഇത് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ആ ചൂടോടെ തന്നെ നമുക്ക് ഒഴിക്കാം കേട്ടോ. പിന്നെ തണിയണമെന്നൊന്നുമില്ല, ആ ചൂടോടെ തന്നെ നമ്മൾ കയ്യിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല ഒരു കുഴമ്പ് രൂപത്തിലാകണം കേട്ടോ. അതുപോലെ മിക്സാക്കി ലേശം ഒഴിച്ച് നമ്മൾ കട്ടയൊക്കെ ഒന്ന് പോകുന്ന പോലെ നന്നായി മിക്സാക്കി എടുക്കണം. എന്നാലല്ലേ നമുക്ക് ടേസ്റ്റിയായ വട്ടയപ്പം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചീഞ്ചട്ടിയിലെ വട്ടയപ്പം അല്ലെങ്കിൽ കൽത്താപ്പം, അങ്ങനെയൊക്കെ പറയാം. എന്ത് വേണമെങ്കിൽ നമുക്ക് പേരിടാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫുള്ള് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ. ഫുള്ള് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പഴങ്ങളങ്ങനെ മേലെ കിടക്കും, നമുക്ക് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴംപൊരിക്ക് പകരമൊക്കെ ആകും കേട്ടോ. ഏകദേശം പഴംപൊരി ഉണ്ടാക്കുന്നത് ലേശം വെല്ലവും മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നമുക്കിത് ചീഞ്ചട്ടിയിലേക്ക് ലേശം എണ്ണ മതിയേ, കുറേ എണ്ണ ഒന്നും വേണ്ട. ഒന്ന് മിക്സാക്കി എടുക്കണം, ഒഴിച്ചെടുക്കണം. പിന്നെ 10-15 മിനിറ്റ് കൊണ്ട് ഇത് വേഗം ആയി കിട്ടും. മൈദ മാത്രമല്ലേ വേകാനുള്ളൂ, മൈദ വേഗം ആകുമല്ലോ. പിന്നെ നമുക്കൊന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊന്ന് ഒഴിച്ചെടുത്ത് മൂടി വെക്കണമെന്നില്ല, മീഡിയം ടു അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് ഒഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഇത് അപ്പാട് ഒഴിച്ചെടുക്കണമെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നിങ്ങളിഷ്ടം പോലെ. ഞാനിതിവിടെ അപ്പാട് ഒഴിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. ഈ മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. എൻ്റെ മക്കൾക്ക് ഇവിടെ പുറത്തുള്ള ഭാഗം മാത്രമാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ അതിഥികളെ കണ്ടാ, ഇവർ ഭയങ്കര കുറച്ച് വലുതായ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വിറകിൻ്റെ ചോട്ടിൽ, ചുള്ളീൻ്റെ ചോട്ടിലൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. മക്കൾക്കാണെങ്കിൽ ഇവരെ ഇട്ടിട്ട് കളിക്കാനേ പറ്റുന്നില്ല, നല്ല കുട്ടികളാണേ. ഇത് കുഞ്ഞൂൻ്റെ, മറ്റേത് അച്ചുവിൻ്റെയാണ് കേട്ടോ. 2 പേരും ഇങ്ങനെ ഇതാ ഇവിടെ പഴയ ചെരുപ്പൊന്നും വയ്ക്കാൻ പറ്റില്ല, ചെരുപ്പിൻ്റെ ഉള്ളിൽ കളിക്കുകയാണ്, സൈഡിലും പുറത്തും എല്ലാം ഭയങ്കര കളിയാണ് കേട്ടോ. ഇവർക്കിപ്പോൾ കളി വന്നു തുടങ്ങി, ഇവർ നിൽക്കുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. പക്ഷെ കാണാനും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്കൂൾ രാവിലെ എണീച്ച ഉടനെ കൊച്ചുകുട്ടികളെ മുന്നിലാണ് ഇരിക്കണേ. പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ ഇതാണ് പണി കേട്ടോ. ഒന്ന് കുളിക്കിയെന്ന് പറഞ്ഞാൽ കേൾക്കൂല, ഒരു പണി ഇവിടെ ഇല്ല. ഇതിറ്റിങ്ങളെ നോക്കിയിരിക്കലാണ് ഇപ്പോൾ ഭയങ്കര പണിയാണ്. ഇവരെടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇവരെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനൊന്നും പറ്റില്ലയോ. അതുകൊണ്ട് ഇതാ എന്ത് രസമാണ് അറിയോ, ഇത് അമ്മപ്പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അമ്മേൻ്റെ മേത്തൊക്കെ കയറി കളിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവരെ കളി കണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ മറക്കില്ല കേട്ടോ, നമ്മളെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതുതാരായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ടും കൂടി കാണണേ, ഒന്ന് ലൈക്കും ചെയ്യണം, മറക്കല്ലേ കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോയുമായി വരാൻ അതുവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ വിശേഷം. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ.